മറ്റൊരു വാർത്ത കൂടിയുണ്ട്. മണിപ്പൂരിൽ 10 വിഘടനവാദികളെ വധിച്ച് സുരക്ഷാ സേന. മ്യാൻമർ ജില്ലയോട് ചേർന്നുള്ള ചന്ദേൽ ജില്ലയിലാണ് ഏറ്റുമുട്ടലുണ്ടായത്. പ്രദേശത്ത് തെരച്ചിൽ തുടരുകയാണ്. ഈ ഏറ്റുമുട്ടലുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ കൂടി. അതിർത്തി പ്രദേശമാണ്, അതായത് മ്യാൻമറുമായി അതിർത്തി പങ്കിടുന്ന മേഖലയിലാണ് ഇത്തരത്തിൽ ഏറ്റുമുട്ടൽ ഉണ്ടായത്. അതായത് ചാന്ദേൽ ജില്ലയിലെ സംതാൽ ഗ്രാമം, അവിടെയാണ് ഇത്തരത്തിൽ വിഘടനവാദികളുടെ സാന്നിധ്യം കണ്ടെത്തിയത്. ഇത്തരമൊരു വിവരം, രഹസ്യ വിവരം അധികൃതർക്ക്, പ്രത്യേകിച്ച് സുരക്ഷാ സേനയ്ക്ക് ലഭിക്കുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ തെരച്ചിൽ നടത്തുകയത്. ഏതായാലും അത് പിന്നീട് ഏറ്റുമുട്ടലിലേക്ക് കലാശിച്ചു എന്നാണ് ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ ഈസ്റ്റേൺ കമാൻഡ് അറിയിച്ചിരിക്കുന്നത്. അതായത് 10 വിഘടനവാദികളെ കൊലപ്പെടുത്തി എന്നാണ് ഇപ്പോൾ സൈന്യത്തിന്റെ തന്നെ ഈസ്റ്റേൺ കമാൻഡ് ഔദ്യോഗികമായി തന്നെ അറിയിച്ചിട്ടുള്ളത്. ഈസ്റ്റേൺ കമാൻഡ് എന്ന് പറയുന്നത് കൊൽക്കത്ത ആസ്ഥാനമായി, പ്രത്യേകിച്ച് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളുടെയൊക്കെ തന്നെ ചുമതല ഈസ്റ്റേൺ കമാൻഡിനാണ്. ഈസ്റ്റേൺ കമാൻഡ് ഔദ്യോഗികമായി തന്നെ അറിയിച്ചിട്ടുള്ളത് ഇത്തരത്തിൽ സംതാൾ ഗ്രാമത്തിൽ വെച്ച് 10 വിഘടനവാദികളെ കൊലപ്പെടുത്തി എന്നുള്ളതാണ്. മാത്രമല്ല വലിയ ആയുധ ശേഖരവും ഇവിടെ നിന്ന് കണ്ടെത്തി എന്നാണ് പറയുന്നത്. ഈ പ്രദേശം എന്ന് പറയുന്നത്, സംതാൾ ഗ്രാമം എന്ന് പറയുന്നത് മ്യാൻമറിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. സ്വാഭാവികമായും മ്യാൻമറിനടക്കം ഇവർക്ക് സഹായം ലഭിച്ചിട്ടുണ്ടാകാം. ഏതായാലും വലിയ ആയുധ ശേഖരവും ഇവിടെ നിന്ന് കണ്ടെത്തി എന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് സൈന്യം ഔദ്യോഗികമായി തന്നെ. ഏതായാലും കൂടുതൽ പേർ ഇവരുടെ ഈ സംഘത്തിലുണ്ടെന്നൊരു നിഗമനമുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വലിയ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ പ്രദേശത്ത് തെരച്ചിലും ഊർജിതമായി തന്നെ തുടരുകയും ചെയ്യുന്നുണ്ട്. തീർച്ചയായും രാഗേഷാണ് നാഷണൽ ഡെസ്കിൽ നിന്ന് സമഗ്രമായ വിവരങ്ങൾ നൽകിയത്.